ചൂരൽമല ടൗൺഷിപ്പ് സന്ദർശനവുമായി ബന്ധപ്പെട്ട സൈബർ ആക്രമണത്തിൽ മമ്മൂട്ടിയോട് ക്ഷമ ചോദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. മമ്മൂട്ടി സ്വകാര്യമായി പറഞ്ഞ കാര്യം വിവാദമാക്കി. മമ്മൂട്ടിയെ പോലുള്ള മഹാനടനെ മനസ്സിലാക്കാൻ കഴിയണം. CPIMന്റെ ആളുകൾക്ക് മമ്മൂട്ടിയെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയാത്ത സാഹചര്യമാണോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും വരാറുണ്ട് എന്നത് നമുക്ക് ഏവർക്കും അറിയാം. ഏതായാലും കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ മഹാനടന് അത്തരത്തിലൊരു പ്രചരണത്തിൻ്റെ ഭാഗമായി മനസ്സിന് വിഷമമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് CPIMൻ്റെ ഏതെങ്കിലും ആളുകൾക്ക് അതിൽ ബന്ധമുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ, ഈ ഘട്ടത്തിൽ പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇവിടെ ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഷഫീദ്, CPIMന്റെ ഒരു ജില്ലാ സെക്രട്ടറി അപമാനിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു പ്രവർത്തകർക്കിടയിൽ പൊതുവിലുണ്ടായിരുന്ന ഒരു വികാരം. സൈബർ ആക്രമണം അതിൽ നിന്ന് ഉടലെടുത്തതുമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതാ മുഖ്യമന്ത്രി മമ്മൂട്ടിയോട് ക്ഷമ ചോദിക്കുന്നു. പക്വമായ ഒരു പ്രതികരണം. ആ വിവാദം അവസാനിപ്പിക്കാനാണ് മുഖ്യമന്ത്രി മുൻകൈ എടുക്കുന്നത് എന്ന് കരുതാമല്ലേ? ഉറപ്പായിട്ടും. കാരണം CPIMനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, മലയാളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു നടൻ, മാത്രവുമല്ല ഒരു ഭാഗത്ത് CPIMന്റെ ജില്ലാ സെക്രട്ടറി. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു അനുനയ നീക്കം, അതല്ലെങ്കിൽ തണുപ്പിക്കാനുള്ള ശ്രമം നടന്നതാണ്. പക്ഷേ അതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പൊതുവേദിയിൽ മമ്മൂട്ടിയോട് നേരിട്ട് മാപ്പ് പറഞ്ഞുകൊണ്ട്, നേരിട്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് ആ വിഷയത്തെ, ആ ചർച്ചയെ പൂർണ്ണമായും ഇപ്പോൾ നിർത്താനാണ് CPIM ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി ഇന്ന് ആ വേദിയിൽ വളരെ പരസ്യമായി പറഞ്ഞ കാര്യം ഇതാണ്: നമ്മുടെ നാട്ടിൽ എന്തിനേയും വിവാദം ആക്കാൻ തയ്യാറാകുന്ന ചില ആളുകളുണ്ട്. ഇത്തരം സാധാരണഗതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തകനാണ് CPIMന്റെ ജില്ലാ സെക്രട്ടറി റഫീഖ്. ആരെയും അറിയിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നില്ല മമ്മൂട്ടിയുടേത്. പക്ഷേ അത് വിവാദമായി. ഒരു ക്യാമറയ്ക്ക് മുന്നിലും പറഞ്ഞ കാര്യമല്ല. നമ്മുടെ നാട്ടിൽ ക്യാമറയും ശരീരത്തിൽ വെച്ച് നടക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അങ്ങനെ ഒരാൾ ഇവർക്ക് അടുത്തു നിൽക്കുന്നുണ്ടാകും. വിവാദമാക്കാൻ താല്പര്യമുള്ളവർ ആ വിഷയത്തെ വലിയ വിവാദമാക്കിയെന്നും പിന്നീട് നിർഭാഗ്യകരമായ അവസ്ഥ അതുമായി ബന്ധപ്പെട്ടുണ്ടായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ വിശദീകരിച്ചു. മലയാളത്തിന്റെ മഹാനടൻ മാത്രം, അദ്ദേഹം നന്മ മാത്രം വിചാരിച്ചാണ് ചൂരൽമല, മുണ്ടക്കൈ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയത്. അദ്ദേഹം ഗവൺമെന്റിനെയോ രാഷ്ട്രീയ പാർട്ടികളെയോ അറിയിച്ചില്ല. എന്തിനാണ് അത് വിവാദമാക്കിയെന്നുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രി വേദിയിൽ ഉന്നയിച്ചത്. കൂടാതെ CPIMന്റെ ആളുകൾക്ക് മമ്മൂട്ടിയെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയാത്ത സാഹചര്യമായോ എന്നും, കേരളത്തിന്റെ മഹാനടന് അത്തരമൊരു പ്രചാരണത്തിന്റെ ഭാഗമായി മനസ്സിന് വിഷമമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, CPIMന്റെ ഏതെങ്കിലും ആളുകൾക്ക് അതിൽ ബന്ധമുണ്ടെന്ന് കരുതുന്നുണ്ടെങ്കിൽ, ഈ ഘട്ടത്തിൽ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലെ വിശദീകരണം. ഏതായാലും ആ ചർച്ചകൾ, സമൂഹ മാധ്യമങ്ങളിലെ ആ വലിയ വിവാദങ്ങൾ, അതിന് തടയിടുകയാണ് മുഖ്യമന്ത്രി ഇന്ന് ചെയ്തത്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ഭാഗത്ത് CPIMന്റെ ഒരു ജില്ലാ സെക്രട്ടറി, മറുഭാഗത്ത് CPIMനോടൊപ്പം ചേർന്ന് നടക്കുന്ന മഹാനടനായ മമ്മൂട്ടി. അപ്പോൾ ഇതിൽ ആരുടെ ഭാഗത്ത് നിൽക്കണമെന്നൊരു ആശങ്ക CPIM അണികൾക്കിടയിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇതാ മമ്മൂട്ടിയുടെ ക്ഷമ ചോദിച്ച വിവാദം അവസാനിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.